ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 5ാം ക്ലാസ്സിലത്തെ മലയാളം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൃതികളും എഴുത്തുകാരും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. എന്തായാലും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മലയാളം ടെക്സ്റ്റ് ബുക്കിലത്തെ കൃതികൾ പഠിച്ചാൽ, എഴുത്തുകാരുടെ പേരും പഠിച്ചാൽ അത് നിങ്ങൾക്ക് LGS മുതൽ KS വരെയുള്ള എക്സാമിന് ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ തുടങ്ങിയല്ലേ നമ്മൾ ഇന്നത്തെ ക്ലാസ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, കവി എവിടെ, കവി എവിടെ എന്ന് പറഞ്ഞ കവിത. കവി എവിടെ എന്ന് പറഞ്ഞ കവിത ആരുടെയാണ്? P. കുഞ്ഞിരാമൻ നായർ. ആരാണ്? P. കുഞ്ഞിരാമൻ നായരുടെയാണ് കവി എവിടെ എന്ന് പറഞ്ഞ കവിത. ഓർത്തു വെക്കട്ടാ, P. കുഞ്ഞിരാമൻ നായർ, ഫേമസ് ആയ ആളാണല്ലോ. നെക്സ്റ്റ്, കണ്ണാന്തളി പൂക്കളുടെ കാലം ആരുടെയാണ്? അതൊരു കഥാസമാഹാരമാണ്. കണ്ണാന്തളി പൂക്കളുടെ കാലം MT വാസുദേവൻ നായരുടെയാണ് കണ്ണാന്തളി പൂക്കളുടെ കാലം. അപ്പൊ ഓർത്തു വെക്കുക, ഒരു പിറന്നാളിന്റെ ഓർമ്മ എന്ന് പറഞ്ഞ ചെറുകഥ, പടക്കം എന്ന് പറയുന്ന ചെറുകഥ, അതുപോലെ വിഷുക്കണി അതും ചെറുകഥയാണ്. ഇതെല്ലാം തന്നെ ആരുടെയാണ്? MT വാസുദേവൻ നായരുടെയാണ്. റെഡി അല്ലേ? 5 പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചേ? കവി എവിടെ, കവി എവിടെ എന്ന് പറഞ്ഞ കവിത എവിടെയാണ്? ആരുടെയാണ്? P. കുഞ്ഞിരാമൻ നായരുടെയാണ് കവി എവിടെ എന്ന് പറഞ്ഞിട്ടുള്ള കവിത. നെക്സ്റ്റ്, കണ്ണാന്തളി പൂക്കളുടെ കാലം കഥാസമാഹാരമാണ്. MT വാസുദേവൻ നായരുടെയാണ് കണ്ണാന്തളി പൂക്കളുടെ കാലം. ക്ലിയർ? നെക്സ്റ്റ്, ഒരു പിറന്നാളിന്റെ ഓർമ്മ എന്ന ചെറുകഥ, പടക്കം ചെറുകഥയാണ്, വിഷുക്കണിയും ചെറുകഥ തന്നെയാണ്. ഇതെല്ലാം ആരുടെയാണ്? MT വാസുദേവൻ നായരുടെയാണ്. നെക്സ്റ്റ്, 6th വൺ, പെണ്ണും പുലിയും കവിതയാണ്. പെണ്ണും പുലിയും എന്ന് പറഞ്ഞ കവിത ആരുടെയാണ്? വയലോപ്പിള്ളി ശ്രീധരമേനോന്റെയാണ് പെണ്ണും പുലിയും. ഓക്കെ, പെണ്ണും പുലിയും വയലോപ്പള്ളി ശ്രീധരമേനോൻ. പൂതപ്പാട്ട് കേട്ടിട്ടുണ്ടല്ലേ? പൂതപ്പാട്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെയാണ് പൂതപ്പാട്ട്. ക്ലിയർ ആണല്ലോ? പെണ്ണും പുലിയും വയലോപ്പള്ളി ശ്രീധരമേനോൻ, പൂതപ്പാട്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. നെക്സ്റ്റ്, ചണ്ടാല ഭിക്ഷുകി. ചണ്ടാല ഭിക്ഷുകി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ചണ്ടാല ഭിക്ഷുകി കവിത തന്നെയാണ്, കുമാരനാശാന്റെയാണ് കേട്ടോ. ചണ്ടാല ഭിക്ഷുകി ആരുടെയാണ്? കുമാരനാശാന്റെയാണ് ചണ്ടാല ഭിക്ഷുകി. എന്നാൽ രമണൻ എന്ന കവിത ആരാണ് എഴുതിയിട്ടുള്ളത്? അത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. അപ്പൊ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ 2 കവിത നമ്മൾ പഠിച്ചോ? ഇല്ല അല്ലെ? രമണൻ എന്ന് പറഞ്ഞ കവിത ആരുടെയാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെയാണ്. ചണ്ടാല ഭിക്ഷുകി എന്ന് പറഞ്ഞ കവിത കുമാരനാശാന്റെയാണ്. പൂതപ്പാട്ട് കവിത തന്നെയാണ്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ക്ലിയർ? നെക്സ്റ്റ്, പ്രേമസംഗീതം അതും ഒരു കവിതയാണ്. ഉള്ളൂർ S. പരമേശ്വര അയ്യരുടെയാണ് എന്ത്? പ്രേമസംഗീതം എന്ന് പറഞ്ഞ കവിത. 4 കവിതകൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു. പൂതപ്പാട്ട്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ചണ്ടാല ഭിക്ഷുകി, കുമാരനാശാൻ, രമണൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. പ്രേമസംഗീതം എന്ന കവിത ഉള്ളൂർ S. പരമേശ്വര അയ്യർ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, ആത്മാവിലൊരു ചിത ആരുടെയാണ്? വയലാർ രാമവർമ്മയുടെയാണ് ആത്മാവിലൊരു ചിത. വേനലിന്റെ ഒഴിവ് ചെറുകഥയാണ്, മാധവിക്കുട്ടിയുടെയാണ്. വേനലിന്റെ ഒഴിവ് ആരുടെയാണ്? വേനലിന്റെ ഒഴിവ് മാധവിക്കുട്ടിയുടെയാണ് വേനലിന്റെ ഒഴിവ്. നെക്സ്റ്റ്, മരങ്ങൾ നട്ട മനുഷ്യൻ ജീൻ ഗിയാനോയുടെയാണ് മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന കൃതി. കൃതികളും എഴുത്തുകാരുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മരങ്ങൾ നട്ട മനുഷ്യൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 5ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. മരങ്ങൾ നട്ട മനുഷ്യൻ, ജീൻ ഗിയാനോ. ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാൻ പാടില്ല. 5ാം ക്ലാസ്സിലെ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ അതാരുടെ കൃതിയാണ്? വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. കിളിനോട്ടം, കിളിനോട്ടം നമ്മുടെ സുഗതകുമാരിയുടെയാണ്. എന്റെ വിദ്യാലയം എന്ന കവിത ഒളപ്പമണ്ണയുടെയാണ്. ജാലകപക്ഷി എന്ന കാവ്യ സമാഹാരം ഒളപ്പമണ്ണയുടെയാണ്. ജാലകപക്ഷി എന്ന ഒളപ്പമണ്ണയുടെ കാവ്യ സമാഹാരത്തിൽ നിന്ന് എടുത്തത് കവിത തന്നെയാണ് ഇത്, എന്റെ വിദ്യാലയം. ഓർത്തു വയ്ക്കാം. തേന്മാവ് എന്ന ചെറുകഥ രചിച്ചത് ബഷീറാണ്. കാടിനു കാവൽ ലേഖനമാണ് ആരാണ്? സുഗതകുമാരിയുടെയാണ് കാടിനു കാവൽ. ഓക്കെ, നെക്സ്റ്റ്, കള്ളൻ ചക്കേട്ടു കവിതയാണ് ഒളപ്പമണ്ണ. 3ാമത്തെയാണല്ലേ ഒളപ്പമണ്ണയുടെ. ജാലകപക്ഷി, എന്റെ വിദ്യാലയം, കള്ളൻ ചക്കേട്ടു ഇതൊക്കെ ആരുടെയാണ്? ഒളപ്പമണ്ണയുടെയാണ്. പുളിമാവ് വെട്ടി, പുളിമാവ് വെട്ടി ആരുടെയാ? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കിടക്കണു പൂതപ്പാട്ട് അല്ലെ? പൂതപ്പാട്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെയാണ്.
പുളിമാവ് വെട്ടി എന്ന് പറഞ്ഞ കവിതയും ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേത് തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ആകാശത്തിൽ ഒരു വിടവ് ചെറുകഥയാണ് കേട്ടോ. ആരുടെ അത്? സി രാധാകൃഷ്ണന്റെയാണ് ആകാശത്തിൽ ഒരു വിടവ്. വായിച്ചു കേട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. എത്ര തവണ റിവൈസ് ചെയ്യണോ അത്രയും തവണ നിങ്ങളുടെ മെമ്മറിയിൽ ഇത് കയറിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുക. പിന്നെ എന്താ പറയാ, ബോറടിക്കാൻ പാടില്ല. എത്ര ടൈം വേണമെങ്കിലും ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അത്രയൊക്കെ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, മരത്തെ സ്നേഹിച്ച ബാലൻ. അപ്പോ ആ ലേഖനം ആരെഴുതിയ? ജോൺ സി ജേക്കബ്. അപ്പൊ നമ്മൾ മരത്തെമായി റിലേറ്റ് ചെയ്ത് രണ്ടെണ്ണം മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ രവീന്ദ്രനാഥ ടാഗോറും മരങ്ങൾ നട്ട മനുഷ്യൻ ജീൻ ഗിയാനോയും. ഇവിടെ എന്താണ്? മരത്തെ സ്നേഹിച്ച മനുഷ്യൻ ജോൺ സി ജേക്കബ്. മാലി ഭാരതം, ആളുടെ പേര് അവിടെ തന്നെ കിടക്കുന്നുണ്ട്, മാലി. എന്താണ് മാലിയുടെ തൂലികാനാമാണ് മാലി. ശരിക്കുള്ള പേരെന്താ? വി മാധവൻ നായരാണ് മാലി. ഓക്കെ, നെക്സ്റ്റ്, മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിത അക്കിത്തത്തിന്റെയാണ്. മരണമില്ലാത്ത മനുഷ്യൻ, അക്കിത്തം. ശ്രീനാരായണ ഗുരു ജീവചരിത്രാണ്. അത് രചിച്ചത് പ്രൊഫസർ MK സാനു. ശ്രീനാരായണ ഗുരു ജീവചരിത്രാണ്. അത് രചിച്ചത് പ്രൊഫസർ MK സാനു. എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും. ശ്രദ്ധിക്കാരാണ്? കലാമണ്ഡലം കൃഷ്ണൻ നായരുടെയാണ് എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും. ഇതാ കിടക്കുന്നു അടുത്തത്, നളചരിതം ആട്ടപ്രകാരം. ശ്രദ്ധിക്കണം, നളചരിതം ആട്ടപ്രകാരമാണ്. ഓക്കെ, അത് രചിച്ചത് ആരനെയാണ്? കലാമണ്ഡലം കൃഷ്ണൻ നായരാണ്. മാറിപ്പോകരുത്, നളചരിതം ആട്ടപ്രകാരമാണ്. അത് രചിച്ചത് കലാമണ്ഡലം കൃഷ്ണൻ നായർ. കോട്ടയം കഥകൾ ആട്ടപ്രകാരം, അതും ആരുടെ തന്നെയാണ്? കലാമണ്ഡലം കൃഷ്ണൻ നായരുടെയാണ്. അപ്പൊ കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ 3 കൃതികളാണ് 5ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഏതൊക്കെയാണ്? എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും, നളചരിതം ആട്ടപ്രകാരം, കോട്ടയം കഥകൾ ആട്ടപ്രകാരം. ഓക്കെ, നെക്സ്റ്റ് ഒരു കവിതയാണ് നിസ്സഹായർ. പുലാക്കാട്ട് രവീന്ദ്രൻ രചിച്ച കവിതയാണ് നിസ്സഹായർ. ഓക്കെ, പഴഞ്ചൊൽ സാഹിത്യം ആരുടെയാണ്? ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി. പഴഞ്ചൊൽ സാഹിത്യമാണ് കേട്ടോ. പഴഞ്ചൊൽ സാഹിത്യം ആരുടെയാണ്? ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ, ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെയാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. നെക്സ്റ്റ്, മകരക്കൊയ്ത്ത് കാവ്യസമാഹാരമാണ്. വയലോപ്പിള്ളി ശ്രീധരമേനോന്റെ. വെള്ളിലവള്ളി കവിതയാണ്. അതുമാരുടെ തന്നെയാണ്? വയലോപ്പിള്ളി ശ്രീധരമേനോന്റെയാണ്. അപ്പോ വെള്ളിലവള്ളി എന്ന് പറഞ്ഞ കവിതയും മകരക്കൊയ്ത്ത് എന്ന് പറഞ്ഞ കാവ്യസമാഹാരമൊക്കെ ആരുടെയാന്ന് ചോദിച്ചാൽ ആരുടെയാന്ന് പറയണ്ടേ? വയലോപ്പിള്ളി ശ്രീധരമേനോൻ. നെക്സ്റ്റ്, മയിൽപീലി സ്പർശം പഠിച്ചു വെക്കുക. അഷിത ആരുടെയാണ്? മയിൽപീലി സ്പർശം അഷിത. ചിന്താ സരിത് സാഗരം രവി DC ആണ്. ചിന്താ സരിത് സാഗരം. ക്യാൻസർ വാർഡിലെ ചിരി അറിയാം അല്ലെ, ഇന്നസെന്റ്. ഐതിഹ്യമാല കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ചതാണ് ഐതിഹ്യമാല. ടോട്ടോജാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി ആരാണ്? തെത്സുഗോ കുറോയാനഗി എന്ന് പറഞ്ഞ ജപ്പാൻ റൈറ്ററുടെയാണ് ടോട്ടോജാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി. പക്ഷെ അതിന് മലയാളത്തിലേക്ക് പരിഭാഷ നടത്തിയത് ആരാണ്? അൻവർ അലിയാണ്. ഓർത്തു വെക്കണം കേട്ടോ. ടോട്ടോജാൻ എന്നുള്ള ആ ബുക്ക് എഴുതിയിട്ടുള്ളത് തെത്സുഗോ കുറോയാനഗി എന്ന് പറഞ്ഞ ജപ്പാൻ റൈറ്റർ ആണ്. എന്നാൽ അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അൻവർ അലിയാണ്. ടോട്ടോജാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി. ഓക്കെ, ഭൂമി സനാഥയാണ് കവിതയാണ്. വയലാർ രാമവർമ്മയുടെ കവിതയാണ്. ഭൂമി സനാഥയാണ്. യൂറി ഗഗാറിൻ ബാലസാഹിത്യമാണ് കേട്ടോ. യൂറി ഗഗാറിൻ CG ശാന്തകുമാർ രചിച്ച ബാലസാഹിത്യമാണ്. എന്ത്? യൂറി ഗഗാറിൻ. ആരാണ് രചിച്ച? CG ശാന്തകുമാർ. നെക്സ്റ്റ്, കോയസൻ എന്ന് പറഞ്ഞ ചെറുകഥ ആരുടെയാണ്? ഉറൂബിന്റെയാണ്. ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ നോവല് വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ്. അറിയാലേ? ശബ്ദങ്ങൾ, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട് എന്ന് പറഞ്ഞ നോവലുകളെല്ലാം ആരുടെ തന്നെയാണ്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ്. എന്നാൽ കോയസൻ എന്ന് പറഞ്ഞ ചെറുകഥ ഉറൂബിന്റെയാണ് എന്നോർത്ത് വയ്ക്കാം. മലയാള നാടേ ജയിച്ചാലും കവിതയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയാണ്. എന്ത്?
മലയാള നാടേ ജയിച്ചാലും. ഓക്കെ, അപ്പൊ നമ്മള് 5ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള എഴുത്തുകാരും, അതായത് കൃതികളും എഴുത്തുകാരുമാണ് ഡിസ്കസ് ചെയ്തത്. ഒരു 46 എണ്ണാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അറിഞ്ഞിരിക്കണം, അതായത് കൃതികളും എഴുത്തുകാരെയും റിലേറ്റ് ചെയ്തിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുമായി, അതായത് ഈ എഴുത്തുകാരുടെ കൃതികളിലുള്ള കഥാപാത്രങ്ങളില്ലേ, അതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന പര്യായങ്ങൾ നോക്കണം. അങ്ങനെ നോക്കി ഫിനിഷ് ചെയ്താലാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ആവുള്ളൂ. അതൊന്ന് വരെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല കോൺഫിഡന്റോട് കൂടി ഇരിക്കുക. താങ്ക് യു.